തൃശൂർ ജില്ലയിലെ വെള്ളാനിക്കര ആസ്ഥാനമാക്കി 1972 ഫെബ്രുവരി 1 കേരള കാർഷിക സർവകലാശാല പ്രവർത്തനം ആരംഭിച്ചത്. വിദ്യാഭ്യാസം, ഗവേഷണം, വിജ്ഞാന വ്യാപനം എന്നീ 3 ലക്ഷ്യങ്ങളിലൂന്നിയാണ് കേരള കാർഷിക സർവകലാശാല പ്രവർത്തിക്കുന്നത്. അക്കാദമിക് മേഖലയിൽ അഗ്രികൾച്ചർ, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, ഫോറസ്ട്രി എന്നീ 3 ഫാക്കൽറ്റികളിലായി 8 കോളേജുകളുമുണ്ട്. 4 കാർഷിക കോളേജുകളിലായി BSc ഹോണേഴ്സ് അഗ്രികൾച്ചർ, തവനൂരിലെ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് കോളേജിൽ BTech അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, വെള്ളാനിക്കര ഫോറസ്ട്രി കോളേജിൽ BSc ഹോണേഴ്സ് ഫോറസ്ട്രി, കോർപ്പറേഷൻ ബാങ്കിംഗ് ആൻഡ് മാനേജ്മെന്റ് കോളേജിൽ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിൽ ബിരുദം എന്നിവയാണ് പ്രധാന ബിരുദ കോഴ്സുകൾ. കൂടാതെ അനുബന്ധ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും ഗവേഷണ പഠനവും സർവകലാശാല നൽകി വരുന്നു. ഇതോടൊപ്പം കോസ്റ്റ് ഷെയറിംഗ് കോഴ്സുകളിലായി MBA അഗ്രി ബിസിനസ് മാനേജ്മെന്റ്, ഇന്റഗ്രേറ്റഡ് BSc MSc കോഴ്സുകൾ, BTech ഫുഡ് എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചറൽ ഡിപ്ലോമ എന്നീ കോഴ്സുകളുമുണ്ട്. പ്രതിവർഷം 600-ൽ പരം ബിരുദ വിദ്യാർത്ഥികളും 300-ഓളം ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളും 100-ൽ പരം ഗവേഷണ വിദ്യാർത്ഥികളും 100-ഓളം ഡിപ്ലോമ വിദ്യാർത്ഥികളും പ്രവേശനം നേടുന്നുണ്ട്. തിയറി പഠനത്തിനൊപ്പം പ്രാക്ടിക്കലിനും ഊന്നൽ നൽകിയാണ് കാർഷിക പഠനം മുന്നോട്ടു പോകുന്നത്. ഇന്ത്യയിലെ വിവിധ കാർഷിക മേഖലകളെ പരിചയപ്പെടുത്തുന്നതിനായി 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന സ്റ്റഡി ടൂർ സർവകലാശാല കോഴ്സുകളുടെ പ്രത്യേകതയാണ്. പഠനത്തിനൊപ്പം ആർട്സ്, സ്പോർട്സ്, NSS, NCC തുടങ്ങിയ പാഠ്യേതര പ്രവർത്തനങ്ങളിലും സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ മികവ് പുലർത്തുന്നുണ്ട്. സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് അന്താരാഷ്ട്ര പരിചയം നൽകുന്നതിനായി വിദേശ സർവകലാശാല സന്ദർശന പരിപാടിക്ക് നാം തുടക്കം കുറിച്ചു. ബിരുദാനന്തര ഗവേഷണ വിദ്യാർത്ഥികൾക്കുള്ള ബിരുദദാന ചടങ്ങ് പ്രൗഢഗംഭീരമായി സർവകലാശാലയിൽ ഓരോ വർഷവും നടന്നുവരുന്നു. വർഷാവർഷവും ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴി നിരവധി വിദ്യാർത്ഥികളാണ് ജോലിയിൽ പ്രവേശിക്കുന്നത്. അൻപതിനായിരത്തിലധികം പുസ്തകങ്ങളും 2000-ഓളം വരുന്ന ബുക്കുകളും വിവിധ പ്രിന്റ് ജേണലുകളും ഓൺലൈൻ ജേണലുകളും 4300-ലധികം തീസീസുകളും 800 DVD-കളും അടങ്ങുന്ന അതിബൃഹത്തായ ഒരു സെൻട്രൽ ലൈബ്രറിയും സർവകലാശാലയുടെ ഭാഗമാണ്. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിൽ വെള്ളാനിക്കരയിൽ ഒരു ഹൈസ്കൂളും പ്രവർത്തിച്ചു വരുന്നുണ്ട്. കാർഷിക ഗവേഷണത്തിനായി സർവകലാശാലയുടെ കീഴിൽ 6 പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളാണുള്ളത്. കൂടാതെ കേരളത്തിൽ പലയിടങ്ങളിലായി 35 ഓൾ ഇന്ത്യ കോർഡിനേറ്റർ പ്രൊജക്ടുകളും നെറ്റ്വർക്ക് പ്രോഗ്രാമുകളും പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഒപ്പം നിരവധി മേഖലകളിൽ ഗവേഷണ കേന്ദ്രങ്ങളും എക്സലൻസ് സെന്ററുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഗവേഷണ പ്രവർത്തനങ്ങളിലൂടെ 330-ലധികം മികച്ച വിളയിനങ്ങൾ സർവകലാശാല പുറത്തിറക്കിയിട്ടുണ്ട്. ദക്ഷിണേഷ്യയിൽ തന്നെ ആദ്യമായി അത്യുൽപാദന ശേഷിയുള്ള കുറിയ നെല്ലിനമായ അന്നപൂർണ പുറത്തിറക്കിയത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ്. പട്ടാമ്പി ഗവേഷണ കേന്ദ്രത്തിൽ നെല്ലിനങ്ങളുടെ വൈവിധ്യമാർന്ന ജനിതക ശേഖരവുമുണ്ട്. നെല്ലിലെ മുഞ്ഞയ്ക്കെതിരെ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ കർഷകരിലേക്ക് എത്തിക്കാൻ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിന് സാധിച്ചിട്ടുണ്ട്. പൊക്കാളി പ്രദേശങ്ങൾക്കു വേണ്ടി വൈറ്റില നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും ലവണ പ്രതിരോധ ശേഷിയുള്ള 8 നെല്ലിനങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. കുട്ടനാട്ടിൽ 80%, കേരളത്തിൽ 60% നെൽകൃഷിക്കായി ഉപയോഗിച്ചു വരുന്നത് മങ്കൊമ്പിൽ നിന്നുള്ള ഉമയും രണ്ടാമതായി കൃഷി ചെയ്തു വരുന്നത് പട്ടാമ്പിയിൽ നിന്നുള്ള ജ്യോതിയുമാണ്. ലോകത്താദ്യമായി സങ്കരയിനം തെങ്ങ് ഉൽപ്പാദിപ്പിച്ചത് സർവകലാശാലയ്ക്ക് കീഴിലുള്ള പീലിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രമാണ്. സർവകലാശാലയുടെ വിവിധ ഗവേഷണ കേന്ദ്രങ്ങളിലായി നിരവധി സങ്കരയിനം തെങ്ങുകൾ പുറത്തിറക്കിയിട്ടുണ്ട്.
ഇളനീർ ആവശ്യത്തിന് സർവകലാശാല പുറത്തിറക്കിയ കേരമധുര എന്ന തെങ്ങിനത്തിന് കർഷകർക്കിടയിൽ പ്രിയമേറി വരുന്നു. ലോകത്തിലെ ആദ്യത്തെ സങ്കരയിനം കുരുമുളക് പന്നിയൂർ 1 പുറത്തിറക്കിയതും സർവകലാശാലയാണ്. ദ്രുതവാട്ടത്തെ പ്രതിരോധിക്കുന്ന പന്നിയൂർ 9, അതുപോലെ വലിയ മണികളുള്ള അത്യുൽപാദന ശേഷിയുള്ള വിജയ് ഇനം കുരുമുളകും സർവകലാശാലയുടെ സംഭാവനയാണ്. കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ ചുവന്ന ചുളയുള്ള തേൻവരിക്ക ചക്ക ഇനമാണ് സിന്ദൂരം. സ്ട്രോബെറി, മാങ്കോസ്റ്റീൻ, റംബൂട്ടാൻ, പാഷൻ ഫ്രൂട്ട് എന്നിവയുടെ കൃഷിയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ കേരള കാർഷിക സർവകലാശാല വലിയൊരു പങ്കുവഹിക്കുന്നുണ്ട്. കൈതച്ചക്കയിൽ ചെടികൾ ഒരുമിച്ച് പൂക്കുന്നതിനുള്ള എത്രൽ ഹോർമോൺ പ്രയോഗം സർവകലാശാലയിലെ വാഴക്കുളം കൈതച്ചക്ക ഗവേഷണ കേന്ദ്രത്തിൽ വിജയകരമായി വികസിപ്പിച്ചെടുത്തത് കൈതച്ചക്കയുടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിർണായകമായിട്ടുണ്ട്. ഇന്ത്യയിലെ 90% കൊക്കോ കൃഷിക്കും ഉപയോഗിച്ചു വരുന്നത് കേരള കാർഷിക സർവകലാശാലയുടെ സങ്കര തൈകളിൽ നിന്നും വികസിപ്പിച്ചെടുത്ത നടീൽ വസ്തുക്കളാണ്. അതുപോലെ കായംകുളം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കിയ എള്ളിനങ്ങളാണ് കേരളത്തിൽ 95% കൃഷി ചെയ്യുന്നത്. കർഷകരുടെ ഇടയിൽ പ്രചാരം നേടിയ ഇളം പച്ച നിറത്തിലുള്ള പയറിനമായ ലോല, ഇടത്തരം വലിപ്പമുള്ള മത്തൻ ഇനമായ അമ്പിളി, അത്യുൽപാദന ശേഷിയുള്ള പാവയ്ക്ക ഇനമായ പ്രിയ, 6 മുതൽ 8 കിലോ വരെ ഭാരം വരുന്ന KAU ലോക്കൽ എന്ന കുമ്പളം, അത്യുൽപാദന ശേഷിയുള്ള കണിവളരി ഇനമായ മുടിക്കോട് ലോക്കൽ എന്നിവ വിപണി കീഴടക്കിയ ചില സർവകലാശാല ഇനങ്ങളാണ്. ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലാദ്യമായി കുരുവില്ലാത്ത തണ്ണിമത്തൻ ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തത് കേരള കാർഷിക സർവകലാശാലയാണ്. ബാക്ടീരിയൽ വാട്ടരോഗത്തിന് പ്രതിരോധശേഷിയുള്ള വലിപ്പം കൂടിയ കായ്കളുള്ള തക്കാളി ഇനമാണ് മനുലക്ഷ്മി. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ശീതകാല പച്ചക്കറികളുടെ കൃഷിരീതിയും പരിചരണവും കേരള കാർഷിക സർവകലാശാലയുടെ സംഭാവനയാണ്. സവാള കൃഷിയും സർവകലാശാല കർഷകർക്ക് പരിചിതമാക്കി. ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക് കൊണ്ടുള്ള പുതയിടൽ എന്ന ആശയം സർവകലാശാല മുന്നോട്ടുവച്ചവയിലൊന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ വാട്ടർ കേജ് ഫാം സാങ്കേതികവിദ്യ തയ്യാറാക്കിയത് കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലാണ്. കൂടാതെ ഇന്ത്യയിലെ ആദ്യത്തെ ഫിഷ് സാങ്ച്വറി വികസിപ്പിച്ചെടുത്തത് സർവകലാശാലയാണ്. സർവകലാശാലയുടെ കീഴിലുള്ള തവനൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ബെഡ് ഫോർമർ രൂപകൽപ്പന ചെയ്തത്. സർവകലാശാലയുടെ മറ്റൊരു യന്ത്രമായ KAU ഹെലിക്കൽ ബ്ലേഡ് പഡ്ലർ 35% ഇന്ധന ഉപയോഗം കുറയ്ക്കുന്ന ഒന്നാണ്. ഇത്തരത്തിലുള്ള നിരവധി കാർഷിക യന്ത്രങ്ങൾ സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രവും തവനൂർ എഞ്ചിനീയറിംഗ് കോളേജും കാർഷിക കേരളത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. കേരള കാർഷിക സർവകലാശാല ഒട്ടുമിക്ക വിളകളുടെയും വൈവിധ്യമാർന്ന ജനിതക ശേഖരം സൂക്ഷിച്ചുവരുന്നു. പുൽത്തൈലത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ ജനിതക ശേഖരം, കുടംപുളിയുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ ജനിതക ശേഖരം എന്നിവ സർവകലാശാലയ്ക്ക് സ്വന്തമാണ്. സർവകലാശാലയ്ക്ക് കീഴിൽ നെല്ലിൽ 1167, പുൽത്തൈലത്തിൽ 450, പ്ലാവിൽ 300, വാഴയിൽ 240, കുടംപുളിയിൽ 214, തെങ്ങിൽ 128 എന്നിങ്ങനെ വിവിധ ഇനങ്ങളുടെ വൈവിധ്യമാർന്ന ജനിതക ശേഖരം സൂക്ഷിച്ചിട്ടുണ്ട്. പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ അച്ചാർ ഉൽപ്പന്നങ്ങൾക്കു മാത്രമായി 74 വിവിധതരം മാവിനങ്ങൾ സംരക്ഷിച്ചു പോരുന്നു. കൂടാതെ ഒട്ടുമിക്ക വിളകളിലും സർവകലാശാല വിവിധ തരത്തിലുള്ള ഗവേഷണ പരീക്ഷണങ്ങൾ നടത്തിവരുന്നു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലും മികച്ച രീതിയിലുള്ള ഗവേഷണങ്ങളാണ് സർവകലാശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്തായി സർവകലാശാല സമ്മാനിച്ച ഒരു മികച്ച ഉൽപ്പന്നമാണ് നീര. തെങ്ങിൻ പൂങ്കുലയിൽ നിന്നെടുത്ത നീരിനെ പുളിപ്പിക്കാതെ സംസ്കരണം ചെയ്തതാണ് നീര. പോഷകസമൃദ്ധമായ നീരയ്ക്കിന്ന് ആവശ്യക്കാർ ഏറെയാണ്. കൂടാതെ കശുമാങ്ങയിൽ നിന്നുള്ള റെഡി ടു സെർവ്, അച്ചാർ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളും സർവകലാശാല വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഹോർട്ടിക്കൾച്ചർ കോളേജ് വികസിപ്പിച്ചെടുത്ത പേരയ്ക്ക നെക്ടർ വളരെ സ്വാദിഷ്ടമായ മറ്റൊരു ഉൽപ്പന്നമാണ്. അതുപോലെ
വെള്ളാനിക്കര കൊക്കോ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ സർവകലാശാല പുറത്തിറക്കിയിട്ടുണ്ട്. മുൻപ് കാഡ്ബറി എന്നറിയപ്പെട്ടിരുന്ന മോണ്ടലീസ് ഇന്റർനാഷണൽ കമ്പനിയുടെ സഹകരണത്തോടെ സർവകലാശാലയ്ക്ക് കീഴിൽ കൊക്കോയിൽ നിരവധി ഗവേഷണ പഠനങ്ങൾ നടന്നുവരുന്നു. വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെറുതേൻ കൃഷിക്കായി കേരള കാർഷിക സർവകലാശാല സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. റാണി തേനീച്ചയുടെ വളർച്ചയ്ക്കും വിഭജനത്തിനും സർവകലാശാല പ്രത്യേകം സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുകയും അതോടൊപ്പം തേൻ കൊണ്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുകയും ചെയ്തു. സർവകലാശാലയാണ് കേരളത്തിൽ കൂൺ കൃഷിക്കും വിത്തുൽപാദനത്തിനും ജനപ്രീതി നേടിക്കൊടുത്തത്. ഇന്ത്യയിൽ ആദ്യമായി ഔഷധ പ്രാധാന്യമുള്ള കൂൺ കൃഷിയുടെ ഉൽപാദനത്തിന് പ്രോട്ടോകോൾ തയ്യാറാക്കിയതും സർവകലാശാലയാണ്. മാലിന്യത്തെ സമ്പത്താക്കി മാറ്റാൻ കേരള കാർഷിക സർവകലാശാല ബയോബീൻ എന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തു. സർവകലാശാലയിൽ ജൈവ ജീവാണുവളങ്ങളുടെയും നിയന്ത്രണോപാധികളുടെയും വൻതോതിലുള്ള ഉൽപാദനം നടന്നുവരുന്നു. ആഫ്രിക്കൻ പായൽ ഇവയെ തിന്നു നശിപ്പിക്കുന്ന ഒരു വണ്ടിനെ തെക്കേ അമേരിക്കയിൽ നിന്നും കൊണ്ടുവരികയും ഇതുവഴി ആഫ്രിക്കൻ പായലിന്റെ നിർമ്മാർജ്ജനം വലിയ ഒരളവോളം സാധ്യമാക്കുകയും ചെയ്തു. അസിറോഫാഗസ് പപ്പായ എന്ന പരാതം പപ്പായയിലെ മീലിമൂട്ടയ്ക്കെതിരായി സർവകലാശാല പരീക്ഷിച്ച് വിജയം വരിക്കുകയുണ്ടായി. മാവിലെയും വെള്ളരിവർഗ വിളകളിലെയും കായീച്ചയെ നിയന്ത്രിക്കാൻ സർവകലാശാല കണ്ടെത്തിയ ഫെറമോൺ കെണികൾ ഏറെ ജനപ്രീതി നേടിയിട്ടുള്ളവയാണ്. വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലായി ഒരു കമ്മ്യൂണിക്കേഷൻ സെന്റർ, ഒരു കാർഷിക പ്രസ്, സെൻട്രൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, 7 കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ തുടങ്ങിയവയും പ്രവർത്തിക്കുന്നു. നിരവധി പരിശീലന പരിപാടികൾ, പ്രദർശനങ്ങൾ, ഡെമോൺസ്ട്രേഷനുകൾ, സംരംഭകത്വ വികസന ഇടപെടലുകൾ കൂടാതെ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരങ്ങൾക്കായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അഗ്രോ ക്ലിനിക്കുകളും കർഷക സാന്ത്വനം പ്രോഗ്രാമും സംഘടിപ്പിച്ചുവരുന്നു. മണ്ണുത്തി ആസ്ഥാനമായി ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനും വിജ്ഞാന വ്യാപനത്തിനുമായി ആറ്റിക് അഥവാ കാർഷിക സാങ്കേതിക വിജ്ഞാന കേന്ദ്രം പ്രവർത്തിക്കുന്നു. ആറ്റിക് എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത് കേരള കാർഷിക സർവകലാശാലയാണ്. വിവിധ വിളകളുടെ വിത്തുകൾ, പലതരം മണ്ണിന്റെ സാമ്പിളുകൾ, കേരള കാർഷിക സർവകലാശാലയുടെ ഉൽപ്പന്നങ്ങൾ, സർവകലാശാല വികസിപ്പിച്ചെടുത്ത കൃഷി ഉപകരണങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ എന്നിവയുടെ ശേഖരം വെള്ളാനിക്കരയിലെ സെൻട്രൽ ടെക്നോളജി മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. സർവകലാശാലയിലെ വിവിധ സ്ഥാപനങ്ങൾ, ഗവേഷണ കേന്ദ്രങ്ങൾ എന്നിവ മുഖേന കർഷകർക്കാവശ്യമായ മുന്തിയ ഇനം നടീൽ വസ്തുക്കൾ, മറ്റു ഉൽപ്പന്നങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നുണ്ട്. സർവകലാശാലയുടെ ആസ്ഥാനത്ത് ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ കർഷകരിലെത്തിക്കാനായി ഒരു സെൻട്രൽ നഴ്സറിയും പ്രവർത്തിച്ചു വരുന്നു. ഇന്ത്യയിൽ തന്നെ ആദ്യമായി സീഡ് വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചത് കേരള കാർഷിക സർവകലാശാലയാണ്. സർവകലാശാലയിൽ നിന്നായി ഓരോ വർഷവും 10 ടണ്ണിലധികം പച്ചക്കറി വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മികച്ച വിളവും രോഗകീട പ്രതിരോധ ശേഷിയുമുള്ള ടിഷ്യൂ കൾച്ചർ തൈകളും ഗ്രാഫ്റ്റ് ചെയ്ത പച്ചക്കറി തൈകളും സർവകലാശാല കർഷകർക്കായി ലഭ്യമാക്കുന്നുണ്ട്. സർവകലാശാലയ്ക്ക് കീഴിലായി ഗ്രീൻ കാഡറ്റ് കോർപ്സ്, ഫുഡ് സെക്യൂരിറ്റി ആർമി തുടങ്ങിയവയും പ്രവർത്തിക്കുന്നു. യന്ത്രവൽക്കരണത്തിലൂടെ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും തരിശുനിലങ്ങളെ കൃഷിയോഗ്യമാക്കി മാറ്റുന്നതിനുമായി സർവകലാശാല സ്വരൂപിച്ചെടുത്ത ആശയങ്ങളാണിവ. കൽപ്പതേനു, ജേണൽ ഓഫ് ട്രോപ്പിക്കൽ അഗ്രികൾച്ചർ, എൻഡോമോൺ തുടങ്ങിയ 3 കാർഷിക ജേണലുകൾ സർവകലാശാലയിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ആദ്യമായി ജൈവകൃഷി പരിപാലന നിർദ്ദേശങ്ങളടങ്ങിയ കൈപ്പുസ്തകം വികസിപ്പിച്ചെടുത്തതും കേരള കാർഷിക സർവകലാശാലയാണ്. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള കീടനാശിനി വിഷാംശ പരിശോധനാ ലാബുകളിൽ പഴം പച്ചക്കറികളിലെ വിഷാംശ പരിശോധന നടത്തി പൊതുസമൂഹത്തിനായി റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതുപോലെ വെള്ളാനിക്കരയിലെ ഫോറസ്ട്രി കോളേജിൽ ദക്ഷിണേന്ത്യയിലെ തന്നെ ഒരേയൊരു വൈൽഡ് ലൈഫ് ഫോറൻസിക് ലബോറട്ടറിയും സ്ഥിതി ചെയ്യുന്നു. കേരള കാർഷിക സർവകലാശാലയിലെ ഭൗതിക സ്വത്തവകാശ സെൽ അഥവാ IPR സെല്ലിലൂടെ വിപണിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി
ഭൗമസൂചിക രജിസ്ട്രേഷൻ അഥവാ GI രജിസ്ട്രേഷൻ നടത്തിവരുന്നുണ്ട്. ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തുള്ള കർഷകർക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ പ്ലാന്റ് ജീനോം സേവിയർ അവാർഡുകൾ നേടിക്കൊടുക്കുവാൻ സർവകലാശാലയിലെ IPR സെല്ലിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി കാർഷിക മേഖലയിൽ ഓൺലൈൻ കോഴ്സുകൾ ആരംഭിച്ചത് കേരള കാർഷിക സർവകലാശാലയാണ്. സെന്റർ ഫോർ ലേണിംഗിന്റെ നേതൃത്വത്തിൽ ഒരു കൃഷി സാങ്കേതിക പോർട്ടലും കൃഷി പഠനത്തിന് സഹായകരമാകുന്ന തരത്തിൽ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയുള്ള ഇടപെടലും സർവകലാശാല സജീവമാക്കിയിട്ടുണ്ട്. കേരള ഗവൺമെന്റിന്റെ ഗവേണൻസ് അവാർഡും അന്താരാഷ്ട്ര അവാർഡുകളും സെന്റർ ഫോർ ലേണിംഗ് സ്വന്തമാക്കിയിട്ടുണ്ട്. 2003 ഇന്ത്യയിലെ മികച്ച കാർഷിക സർവകലാശാലയ്ക്കുള്ള സർദാർ പട്ടേൽ പുരസ്കാരം സർവകലാശാലയ്ക്ക് ലഭിച്ചു. ഇന്ത്യയിലെ മികച്ച ഫോറസ്ട്രി കോളേജിനുള്ള അവാർഡ് 2009 സർവകലാശാലയ്ക്ക് കീഴിലുള്ള ഫോറസ്ട്രി കോളേജ് കരസ്ഥമാക്കിയിട്ടുണ്ട്. അക്കാഡമിക് മികവിനുള്ള ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിൽ നൽകുന്ന അവാർഡ് തുടർച്ചയായി 5 വർഷം, അതായത് 2007 മുതൽ 2011 വരെ സർവകലാശാല കരസ്ഥമാക്കി. നാളുകളിൽ കാർഷിക കേരളത്തിന് ഇനിയും ഒട്ടേറെ സംഭാവനകൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. കർഷകർക്ക് പ്രതീക്ഷകളും ആശ്വാസവും ഏകിക്കൊണ്ട് കേരള കാർഷിക സർവകലാശാലയ്ക്ക് ഇനിയുമേറെ മുന്നേറാൻ സാധിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. ജയ് കിസാൻ.